Hi all. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. എ റെക്റ്റാങ്കുലർ കോൺക്രീറ്റ് ബീം 250 mm വൈഡ്. അപ്പം സ്മോൾ ലെറ്റർ ബി 250 ആണ്. ആൻഡ് 600 mm ഡീപ്പ് ഡി 600 ഈസ് പ്രീസ്ട്രസ്ഡ് ബൈ മീൻസ് ഓഫ് 14 mm ഡയമീറ്റർ ഹൈ ടെൻസൈൽ ബാസ്. ഈ ഒരു റെക്റ്റാങ്കുലർ ബീം പ്രീസ്ട്രസ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിലേക്ക് പ്രീസ്ട്രസിങ് ഫോഴ്സ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ പ്രീസ്ട്രസിങ് ഫോഴ്സ് കൊടുത്തിരിക്കുന്നത് ഇതിലൂടെയാണ്, ടെൻഡൻസിലൂടെ അല്ലെങ്കിൽ ഹൈ ടെൻസൈൽ ബാസിലൂടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എത്ര ഹൈ ടെൻസൈൽ ബാസ് ഉണ്ട്? 4 എണ്ണം. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 14 mm. ഓക്കെ, ക്ലിയർ ആയോ? ആ പ്രീസ്ട്രസിങ് ഫോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഹൈ ടെൻസൈൽ ബാസിൻ്റെ എണ്ണം 4, അതിൻ്റെ ഡയമീറ്റർ 14. ഓക്കെ, ലൊക്കേറ്റഡ് 200 mm ഫ്രം ദ സോഫിറ്റ്. അപ്പം ഈ ബാർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫിറ്റിൽ നിന്ന്, അതായത് ആ ബീമിൻ്റെ ബോട്ടത്തു നിന്ന് 200 mm മാറിയിട്ടാണ്. അപ്പോൾ നമുക്ക് എക്സെൻട്രിസിറ്റി അതിൻ്റെ അകത്ത് നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? ഓക്കെ, ഓഫ് ദ ബീം ഇഫ് ദ എഫക്റ്റീവ് സ്ട്രെസ് ഇൻ ദ വയർ ഈസ് 700 Nm/mm². അപ്പോൾ ആ വയേഴ്സിൽ അല്ലെങ്കിൽ ആ ഹൈ ടെൻസൈൽ ബാസിൽ വരുന്ന എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് 700 Nm/mm² ആണ്. ഓക്കെ, അപ്പോൾ സ്ട്രെസ് നമുക്ക് തന്നിട്ടുണ്ട്. ആ വയറിലേക്ക് ഡെവലപ്പ് ആവുന്ന, അതായത് പ്രീസ്ട്രസിങ് ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ വയറിലേക്ക് ഡെവലപ്പ് ആവുന്ന സ്ട്രെസ്, എഫക്റ്റീവ് സ്ട്രെസ്. ഓക്കെ, 700 Nm/mm². വാട്ട് ഈസ് ദ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ദ സെക്ഷൻ വിത്തൗട്ട് കോസിങ് ടെൻഷൻ അറ്റ് ദ സോഫിറ്റ് ഓഫ് ദ ബീം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ്. അപ്പോൾ അവിടെയുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫിറ്റ് എന്ന് പറയുമ്പോൾ ബീമിൻ്റെ ബോട്ടം അല്ലേ, ആ ബീമിൻ്റെ ബോട്ടത്തിൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യാതെ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം അതിലേക്ക് വരാവുന്ന ബെൻഡിങ് മൊമെൻറ്റ് എക്സ്റ്റേണൽ ലോഡ് കാരണം. ഓക്കെ, മനസ്സിലായോ? അതായത് ടെൻഷൻ തീരെ വരാതെ ബോട്ടത്തിൽ എത്ര മൊമെൻറ്റ് വരെ ആ ബീമിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ടെൻഷൻ വരാതെ എത്ര ബെൻഡിങ് മൊമെൻറ്റ് വരെ അതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, ടെൻഷൻ വരാതെ. ഓക്കെ, അതായത് ബോട്ടത്തിൽ ടെൻഷൻ വരാതെ എത്ര ബെൻഡിങ് മൊമെൻറ്റ് വരെ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഇപ്പം ഗിവൺ ഡാറ്റ എഴുതാം. ബി ഈസ് ഈക്വൽ ടു 250, ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു 600, number of high tensile bars is equal to 4, dia of high tensile bars is equal to 14 mm. ഓക്കെ, ഇനി എക്സെൻട്രിസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പം ക്വസ്റ്റിൽ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഹൈ ടെൻസൈൽ ബാർസ് ലൊക്കേറ്റഡ് 200 mm ഫ്രം ദ സോഫിറ്റ് ഓഫ് ദ ബീം. ടോട്ടൽ ഈ ബീമിൻ്റെ ഡെപ്ത് 600 ആണ്. അപ്പം ന്യൂട്രൽ ആക്സിസ്, റെക്റ്റാങ്കിളിൻ്റെ ന്യൂട്രൽ ആക്സിസ് ഹാഫിലാണ് വരിക. അപ്പം താഴോട്ടേക്കുള്ള ഡിസ്റ്റൻസ്, ന്യൂട്രൽ ആക്സിസ് നിന്ന് ബോട്ടത്തിലേക്കുള്ള ഡിസ്റ്റൻസ് 300. അപ്പോൾ ഈ സോഫിറ്റിൽ നിന്ന് 200 mm മാറിയിട്ടാണ് നമ്മുടെ ഈ ടെൻഷൻ കൊടുക്കുന്ന ബാർ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രീ ടെൻഷനിങ് ബാസ് വന്നിട്ടുള്ളത് ബോട്ടത്തു നിന്ന് 200 mm മാറിയിട്ടാണ്. ഓക്കെ, ബോട്ടം നിന്ന് 200 mm മാറിയിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ന്യൂട്രൽ ആക്സിസ് നിന്ന് ആ ബാറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ന്യൂട്രൽ ആക്സിസ് നിന്ന് ബാറിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 300 മൈനസ് 200 അല്ലേ? ഇ ഈസ് ഈക്വൽ ടു 100 mm. ഓക്കെ, അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു 100 mm. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സാണ് തന്നിട്ടുള്ളത് അല്ലേ? If the effective stress in the wires is 700 Nm/mm², ഈ വയേഴ്സിൽ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ടെൻസൈൽ ബാസിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സാണ് 700 Nm/mm² നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അതായത് പ്രീസ്ട്രസിങ് ഫോഴ്സ് ഈ ഹൈ ടെൻസൈൽ ബാസിലൂടെ പാസ് ചെയ്യുമ്പം, അല്ലെങ്കിൽ പ്രീസ്ട്രസിങ് ഫോഴ്സ് ഈ ഹൈ ടെൻസൈൽ ബാസ് പ്രീസ്ട്രസിങ് ഫോഴ്സ് ഈ ഹൈ ടെൻസൈൽ ബാസിലൂടെ ആ ബീമിലേക്ക് ട്രാൻസ്ഫർ ആകുമ്പം ആ വയേഴ്സ് അല്ലെങ്കിൽ ആ ഹൈ ടെൻസൈൽ ബാസിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ നമുക്ക് അവിടെ പ്രീസ്ട്രസിങ് ഫോഴ്സ് ആവുന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പം ബാസിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സുമാണ് തന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രീസ്ട്രസിങ് ഫോഴ്സ് ആണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മൾ ഇക്വേഷനൊക്കെ വരുന്നത് P/A, P/E
ഇസഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പി വരുന്നുണ്ട് ഡയറക്റ്റ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആണത് അല്ലേ. അപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? സ്ട്രെസ് ഈസ് ഈക്വൽ ടു എന്താണ്? സ്ട്രെസ് ഈസ് ഈക്വൽ ടു എന്താണ്? പി ബൈ ഏരിയ അല്ലേ, അതായത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻ ടു ഏരിയ. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് ഈ 700 Nm/mm², ഏരിയ എന്ന് പറയുന്നത് ഈ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ട്രാൻസ്ഫർ ആവുന്ന വയേഴ്സിൻ്റെ ഏരിയ. അപ്പം 4 നമ്പേഴ്സ് ബാസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ഡയ 14 ആണ്. അപ്പോൾ 4 × π × 14² ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഏരിയ ആയി, ക്രോസ് സെക്ഷൽ ഏരിയ ആയി, 4 കൂടിയും കമ്പൈൻഡ് ആയിട്ടുള്ളത്. അത് ഇൻറ്റു ഈ സ്ട്രെസ് 700 Nm/mm² ചെയ്ത് കഴിഞ്ഞാൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സുമായി. ഓക്കെ, ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ, സൊല്യൂഷൻ. ലെറ്റ് ക്യാപിറ്റൽ M ഈസ് ഈക്വൽ ടു മാക്സിമം മൊമെൻറ്റ് ഓൺ ദ സെക്ഷൻ ഫോർ സീറോ ടെൻഷൻ അറ്റ് ദ ബോട്ടം. സീറോ ടെൻഷൻ അറ്റ് ദ ബോട്ടം ഫേസ്. അപ്പം ടെൻഷൻ വരാതെ എത്ര വരെ മൊമെൻ്റ് ഇതിലേക്ക് അപ്ലൈ ആവാൻ പറ്റും, അല്ലെങ്കിൽ അപ്ലൈ ആയിക്കഴിഞ്ഞാൽ ടെൻഷൻ വരില്ല, എത്ര വരെ മാക്സിമം ടെൻഷൻ വരാതെ എത്ര വരെ ബെൻഡിങ് മൊമെൻ്റ് ഇതിലേക്ക് വരാം. ഓക്കെ, അല്ലെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ടെൻഷൻ വരാത്ത കേസിൽ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ഇതിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഈ ബീമിലേക്ക് വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻ്റ്. അപ്പോൾ അതിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ബോട്ടത്തിലുള്ള ടെൻഷൻ 0 എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ലെറ്റ് ക്യാപിറ്റൽ M ഈസ് ഈക്വൽ ടു മാക്സിമം മൊമെൻറ്റ് ഓൺ ദ സെക്ഷൻ ഫോർ സീറോ ടെൻഷൻ അറ്റ് ദ ബോട്ടം ഫേസ്. അപ്പം ഞാനിവിടെ ആ കറസ്പോണ്ടിങ് മൊമെൻറ്റ്, അതായത് ആ ബോട്ടത്തിൽ സീറോ ടെൻഷൻ വരുന്ന, അല്ലെങ്കിൽ ആ മൊമെൻറ്റ് അപ്ലൈ ആകുമ്പം സീറോ ടെൻഷൻ വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ ഞാൻ ക്യാപിറ്റൽ M കൊടുക്കുകയാണ്. ഓക്കെ, ക്യാപിറ്റൽ M ഈസ് ഈക്വൽ ടു മാക്സിമം മൊമെൻറ്റ് ഓൺ ദ സെക്ഷൻ ഫോർ സീറോ ടെൻഷൻ അറ്റ് ദ ബോട്ടം ഫേസ്. ഇൻ ഓർഡർ ടു ഹാവ് സീറോ ടെൻഷൻ അറ്റ് ബോട്ടം ഇൻ ദിസ് കേസ്, അപ്പം സീറോ ടെൻഷൻ വരാൻ ഈ കേസിൽ ദ റിസൾട്ടൻറ്റ് സ്ട്രെസ് അറ്റ് ബോട്ടം ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ സീറോ ടെൻഷൻ വരിക എന്ന് പറയുന്ന കണ്ടീഷൻ എന്താ? ഈ സോഫിറ്റിൽ വരുന്ന അല്ലെങ്കിൽ ബോട്ടത്തിൽ വരുന്ന സ്ട്രെസ് എന്ന് പറയുന്നത്, റിസൾട്ടൻറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് F ഇൻഫീരിയർ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കണം. റിസൾട്ടൻറ്റ് സ്ട്രെസ് അറ്റ് ബോട്ടം. ഓക്കെ, ബോട്ടത്തിൽ വരുന്ന ഇക്വേഷൻ ഇതാണ്: P/A കംപ്രഷൻ പ്ലസ് PE/ZB. പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ഒരു പർട്ടിക്കുലർ എക്സെൻട്രിസിറ്റിയിൽ ബോട്ടത്തിലേക്ക് വരുമ്പം PE/ZB എന്ന് പറയുന്ന ടേമിലേക്ക് കംപ്രഷനാണ് വരുന്നത്. ഓക്കെ, അതായത് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കാരണം വരുന്ന ബെൻഡിങ് മുഖേന വരുന്ന സ്ട്രെസ്. ഓക്കെ, അത് കംപ്രഷൻ. പിന്നെ ബോട്ടത്തിൽ എക്സ്റ്റേണൽ ലോഡ് മുഖേന വരുന്ന സ്ട്രെസ് മുഴുവനും നെഗറ്റീവാണ്, ടെൻഷനാണ്. ലോഡ് മേലെ ആക്ട് ചെയ്യുമ്പോൾ ബോട്ടത്തിൽ വരുന്ന അല്ലെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് മുഖേന വരുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്, ടെൻസൈൽ സ്ട്രെസ്സാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് വരും, -M/ZB. അപ്പോൾ ഈ എക്സ്പ്രഷൻ്റെ അകത്തുനിന്ന് F ഇൻഫീരിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എക്സ്പ്രഷൻ്റെ അകത്തുനിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് M ആണ്. അപ്പോൾ അതിൽ ബാക്കിയുള്ള ടേംസ് ഒന്നും ഇപ്പോൾ നമുക്ക് അറിയില്ല, P അറിയില്ല, ഓരോന്നോരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. ZB അറിയില്ല. ഓക്കെ, അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് P കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് P ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് വയേഴ്സ്. അപ്പോൾ സ്ട്രെസ് എത്രയാണ്? 700 ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് വയേഴ്സ് എന്ന് പറയുമ്പോൾ 4 × π/4 × 14². ഇപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് P ഈസ് ഈക്വൽ ടു 4,31,026.51 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനെ കിലോ ന്യൂട്ടണിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 431.026 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് നമുക്ക് കിട്ടി. A ഈസ് ഈക്വൽ ടു 250/600. അത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ബീമിൻ്റെ ക്രോസ് സെക്ഷൽ ഏരിയ നമുക്ക് കിട്ടും 1,50,000 mm². അപ്പോൾ P/A എന്ന് പറയുന്ന ടേമാണ് നമുക്ക് ആദ്യം വരുന്നത്. അപ്പോൾ P/A എന്ന് പറയുന്നത് എന്താ? P നമുക്ക് കിട്ടി 4,31,026.51 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി അല്ലേ, ന്യൂട്ടൺ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. അപ്പോൾ ആ വാല്യൂ P ഡിവൈഡഡ് ബൈ A എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 1,50,000. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് P/Aൻ്റെ ടേമായി 2.8735 Nm/mm². ഓക്കെ, ഇനി രണ്ടാമത് PE/ZB എന്ന് പറയുന്ന ടേം കണ്ടുപിടിക്കണം. അപ്പോൾ അതിൽ P നമുക്കറിയാം, ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു മുന്നത്തെ സ്റ്റെപ്പിൽ.
ഇനി ഇസഡ് ബി കണ്ടുപിടിക്കണം. ഇയും നമുക്കറിയാം. അപ്പോൾ ഇസഡ് ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ്റെ ഇസഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? ഇസഡ് ടിയും ഇസഡ് ബിയും സെയിം ആണ് അല്ലേ? അപ്പോൾ ഇസഡ് ബി ഈസ് ഈക്വൽ ടു ബി ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 6 എന്ന് നമുക്ക് എടുക്കാം. അപ്പം 250 × 600 സ്ക്വയർ ഡിവൈഡ് ബൈ 6 അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 15 × 10⁻⁶ മില്ലിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ. ഇനി പി ഇ ബൈ ഇസഡ് ബി. പി എന്ന് പറയുന്നത് 4,31,026.51. ഇ എന്ന് പറയുന്നത് 100 mm ആണ്. ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ഇസഡ് ബി എന്ന് പറയുമ്പോൾ 15 × 10⁻⁶ ആണ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പി ഇ ബൈ ഇസഡ് ബി എന്ന് പറയുന്ന ടേം നമുക്കായി 2.8735 Nm/mm². ഇനി എഫ് ഇൻഫീരിയറിൻ്റെ ഇക്വേഷൻ ഇതാണ്. പി ബൈ എ പ്ലസ് പി ഇ ബൈ ഇസഡ് ബി മൈനസ് എം ബൈ ഇസഡ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 0. പി ബൈ എ 2.8735, പി ഇ ബൈ ഇസഡ് ബി 2.8735 മൈനസ് എം ബൈ ഇസഡ് ബിൻ്റെ വാല്യൂ 15 × 10⁻⁶ ഈസ് ഈക്വൽ ടു 0. ഇനി ഇത് സോൾവ് ചെയ്യുക, എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇപ്പം ഈ രണ്ട് ടേം ഇപ്പുറത്തേക്ക് വരുമ്പോൾ -5.747 ആവും. മൈനസ് എം ബൈ 15 × 10⁻⁶. അപ്പോൾ എം ഈസ് ഈക്വൽ ടു 5.747 ഇൻറ്റു രണ്ട് സൈഡിൽ നിന്നും മൈനസ് ക്യാൻസലായി എം ഈസ് ഈക്വൽ ടു 5.747 ഇൻറ്റു 15 × 10⁻⁶. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എം ഈസ് ഈക്വൽ ടു 86.20 ഇൻറ്റു 10⁻⁶ Nm എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ. അപ്പം കിലോ ന്യൂട്ടൺ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എം ഈസ് ഈക്വൽ ടു 86.20 kN/m. ഓക്കെ. അപ്പോൾ ക്ലിയർ ആണോ? അപ്പം നമുക്ക് ആൻസർ കിട്ടി, ഫൈനൽ ആൻസർ കിട്ടി. ടെൻഷൻ വരാതിരിക്കാൻ, അതായത് ബോട്ടം സോണിൽ അല്ലെങ്കിൽ സോഫിറ്റിൽ ടെൻഷൻ തീരെ വരാതിരിക്കാൻ അപ്ലൈ ചെയ്യാവുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് 86.20 kN/m ആണ്. ടെൻഷൻ തീരെ ആ സോഫിറ്റിൽ വരാത്ത രീതിയിൽ ഈ ബീമിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ. 86.20 kN/m. Next question. A prestressed concrete beam of section 200 mm wide by 300 mm deep. അപ്പോൾ സ്മോൾ ലെറ്റർ ബി എന്ന് പറയുന്നത് 200ഉം ഡി എന്ന് പറയുന്നത് ഡെപ്ത് 300 mm ആണ്, ക്യാപിറ്റൽ ഡി. ഓക്കെ. ഈസ് യൂസ്ഡ് ഓവർ ആൻ എഫക്റ്റീവ് സ്പാൻ ഓഫ് 6 meter. എൽ എന്ന് പറയുന്നത് 6 meter ആണ്. ടു സപ്പോർട്ട് ആൻ ഇമ്പോസ് ലോഡ് ഓഫ് 4 kN/m. അപ്പോൾ അതിലേക്ക് വരുന്ന ഇമ്പോസ് ലോഡ്, അതായത് ലൈവ് ലോഡ് എന്ന് പറയുന്നത് 4 kN/m ആണ്. ദ ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ് ഈസ് 24 kN/m³. അപ്പോൾ കോൺക്രീറ്റിൻ്റെ ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. അറ്റ് ദ സെൻറ്റർ ഓഫ് സ്പാൻ സെക്ഷൻ ഓഫ് ദ ബീം ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ്. അപ്പോൾ ഈ ബീമിൻ്റെ സെൻറ്റർ സ്പാനിലാണ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ. എന്താ കണ്ടുപിടിക്കേണ്ടത്? എന്തിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് വൺ, ദ കോൺസെൻട്രിക് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് necessary for 0 fiber stresses at the soffit when the beam is fully loaded. അപ്പോൾ ഈ ഒരു ബീമിലേക്ക് കോൺസെൻട്രിക് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്, കോൺസെൻട്രിക് എന്ന് പറഞ്ഞാൽ എന്താ, ആ ന്യൂട്രൽ ആക്സിസിലൂടെ അപ്ലൈ ചെയ്യേണ്ട പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് എത്രയാന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ട്? അതിൻ്റെ ബോട്ടത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് 0 ആവാൻ. ഓക്കെ. രണ്ടാമത്തത്, ഇത് എക്സെൻട്രിക് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് ലൊക്കേറ്റഡ് 100 mm from the bottom of the beam which would nullify the bottom fiber stresses due to loading. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഈ ബീമിൻ്റെ ബോട്ടത്തിൽ വരുന്ന സ്ട്രെസ്സിനെ 0 ആക്കാൻ വേണ്ടിയിട്ട് എത്ര കോൺസെൻട്രിക് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ, രണ്ടാമത്തെ പാർട്ടിൽ ഈ ബോട്ടത്തിൽ വരുന്ന, ഈ ബീമിൻ്റെ ബോട്ടത്തിൽ വരുന്ന സ്ട്രെസ്, അതായത് എഫ് ഇൻഫീരിയർ എന്ന് പറയുന്ന വാല്യൂ 0 ആവാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ എവിടെയാണ് ഈ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് വേണ്ടി വരും ബോട്ടത്തിൽ വരുന്ന സ്ട്രെസ്സിനെ 0 ആക്കാൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഒന്ന് കോൺസെൻട്രിക് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് എത്ര വേണമെന്നുള്ളത്, രണ്ടാമത്തെ എക്സെൻട്രിക് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് എത്ര വേണമെന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ട്? അതിൻ്റെ ബോട്ടത്തിൽ വരുന്ന സ്ട്രെസ് എഫ് ഇൻഫീരിയർ ഈ രണ്ട് കേസിലും 0 ആവാൻ വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് വേണ്ട പ്രീസ്ട്രെസ്സിങ് ഫോഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? നമുക്ക് ഗിവൺ ഡാറ്റ എഴുതാം. ബി ഈസ് ഈക്വൽ ടു 200 mm, ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു 300 mm, എൽ ഈസ് ഈക്വൽ ടു 6 meter, ക്യൂ ഈസ് ഈക്വൽ ടു 4 kN/m, ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു 24 kN/m³. ഓക്കെ. നമുക്ക് ഫസ്റ്റ് പാർട്ടിലേക്ക് പോവാം.
അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഈ കേസിൽ സ്മോൾ ലെറ്റർ ഇ എന്ന് പറയുന്ന 0 ആണ് അല്ലേ, കാരണം കോൺസെൻട്രിക് പ്രീസസിങ് ഫോഴ്സ് ആണ്. അപ്പം കോൺസെൻട്രിക് ആകുമ്പോൾ അതിൽ എക്സെൻട്രിസിറ്റി ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ആ കേസിൽ പി എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്, പ്രീസസിങ് ഫോഴ്സ്. അപ്പം എങ്ങനെയായിരിക്കണം, ബോട്ടത്തിൽ വരുന്ന സ്ട്രെസ്സ് അല്ലേ 0 ആയിരിക്കണം. അപ്പോൾ 0 ഫൈബർ സ്ട്രെസ് അറ്റ് ദ സോഫിറ്റ് മീൻസ് എഫ് ഇൻഫീരിയർ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഇൻഫീരിയറിൻ്റെ ഇക്വേഷൻ എന്താണ്, പി ബൈ എ മൈനസ് പി ഇ ബൈ ഇസഡ് ബി എന്ന് പറയുന്ന ടേം ഉണ്ടാവില്ല ഇതിൻ്റെ അകത്ത്, കോൺസെൻട്രിക് ആയതുകൊണ്ട് അല്ലേ. പിന്നെ ഇതിൽ ലൈവ് ലോഡ് തന്നിട്ടുണ്ട്, ഡെഡ് ലോഡിൻ്റെ കേസ് തന്നിട്ടില്ല, ഇൻക്ലൂഡിങ് ഡെഡ് ലോഡ് എന്ന് പറഞ്ഞിട്ടല്ല തന്നിട്ടുള്ളത്. അപ്പോൾ ഡെഡ് ലോഡ് മുഖേന ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് നമ്മൾ വേറെ കണ്ടുപിടിക്കണം. അപ്പോൾ മൈനസ് എം ജി ബൈ ഇസഡ് ബി, അപ്പോൾ ഈ ടേം നമ്മളെ ഇക്വേഷനിലേക്ക് വരും. അതേപോലെ ലൈവ് ലോഡും വന്നിട്ടുണ്ട്, അപ്പോൾ മൈനസ് എം ക്യൂ ബൈ ഇസഡ് ബി. അപ്പോൾ നമ്മുടെ എഫ് ഇൻഫീരിയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പി ബൈ എ മൈനസ് എം ജി ബൈ ഇസഡ് ബി മൈനസ് എം ക്യൂ ബൈ ഇസഡ് ബി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസിലെ എഫ് ഇൻഫീരിയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് എഫ് ഇൻഫീരിയർ 0 ആവാൻ വേണ്ട പി ആ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇത് എഫ് ഇൻഫീരിയർ ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ ടേം ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പം പി നമുക്കറിയാത്തതുകൊണ്ട് പി ബൈ എ എന്ന് പറയുന്ന ടേം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എം ജി ബൈ ഇസഡ് ബിയും എം ക്യൂ ബൈ ഇസഡ് ബിയും കണ്ടുപിടിക്കാം. ആദ്യം ഇസഡ് ബി കണ്ടുപിടിക്കാം. റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ബി ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 200 × 300 സ്ക്വയർ ഡിവൈഡ് ബൈ 6. അപ്പോൾ 3 × 10⁻⁶ മില്ലിമീറ്റർ ക്യൂബ് കിട്ടി. ഇനി നമ്മുടെ ഇവിടെയുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എം ജി ബൈ ഇസഡ് ബി ആണ്. അപ്പോൾ എം ജി കണ്ടുപിടിക്കണം. എം ജി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ജി കണ്ടുപിടിക്കണം. ജി എന്ന് പറയുമ്പം അതിൻ്റെ സെൽഫ് വെയിറ്റ് ആണ് അല്ലേ, കിലോ ന്യൂട്ടൺ പെർ മീറ്ററിൽ. അപ്പം ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ 0.2 × 0.3 ഇൻറ്റു ഡെൻസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യു ഡി എൽ കിട്ടും. 1.44 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് ജി, അതായത് ഇതിൻ്റെ സെൽഫ് വെയിറ്റ്. ഓക്കെ, അപ്പം ഈ സെൽഫ് വെയിറ്റ് മുഖേന ഡെവലപ്പ് ചെയ്യുന്ന ബെൻഡി മൊമെൻറ്റ് എന്ന് പറയുന്നത് എം ജി ആണ്. അതിൻ്റെ ഇക്വേഷൻ ജി എൽ സ്ക്വയർ ഡിവൈഡ് ബൈ 8, കാരണം നമ്മളോട് സെൻറ്റർ ഓഫ് ദ സ്പാനിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.44 × 6 സ്ക്വയർ ഡിവൈഡ് ബൈ 8, ജി എൽ സ്ക്വയർ ബൈ 8 അപ്ലൈ ചെയ്തു. അപ്പോൾ 6.48 കിലോ ന്യൂട്ടൺ മീറ്റർ നമുക്ക് കിട്ടി എം ജി. അപ്പോൾ എം ജി ബൈ ഇസഡ് ബി എന്ന് പറയുമ്പം 6.48 കിലോ ന്യൂട്ടൺ കിലോ ന്യൂട്ടൺ മീറ്റർ ആയതുകൊണ്ട് 6.48 × 10⁻⁶ ഡിവൈഡഡ് ബൈ ഇസഡ് ബി എന്ന് പറയുന്ന 3 × 10⁻⁶ ആണ്. അപ്പം 3 × 10⁻⁶ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എം ജി ബൈ ഇസഡ് ബി എന്ന് പറയുന്ന ടേം നമുക്ക് കിട്ടും 2.16 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഓക്കെ, അടുത്തത് എം ക്യൂ ബൈ ഇസഡ് ബി എന്ന് പറയുന്ന ടേമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ക്യൂ നമുക്ക് തന്നിട്ടുണ്ട് 4 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പോൾ എം ക്യൂ എന്ന് പറയുന്നത് ക്യൂ എൽ സ്ക്വയർ ഡിവൈഡ് ബൈ 8. അപ്പോൾ ക്യൂ 4 ആണ്, 4 × 6 സ്ക്വയർ ഡിവൈഡ് ബൈ 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 18 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ എം ക്യൂ ബൈ ഇസഡ് ബി എന്ന് പറയുമ്പം 18 × 10⁻⁶ കിലോ ന്യൂട്ടൺ മീറ്ററിലായതുകൊണ്ട് അതിനെ ഞാൻ ന്യൂട്ടണിലേക്ക് മാറ്റി ഡിവൈഡഡ് ബൈ ഇസഡ് ബി 3 × 10⁻⁶. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 6 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ കിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ എക്സ്പ്രഷൻ ഇതാണ്. അപ്പോൾ എം ക്യൂ ബൈ ഇസഡ് ബി നമ്മൾ കണ്ടുപിടിച്ചു, എം ജി ബൈ ഇസഡ് ബി നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് പി ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എഫ് ഇൻഫീരിയറിൻ്റെ ഇക്വേഷനിലേക്ക് വരാം. പി ബൈ എ മൈനസ് എം ജി ബൈ ഇസഡ് ബി മൈനസ് എം ക്യൂ ബൈ ഇസഡ് ബി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ പി നമുക്കറിയില്ല, പി ഡിവൈഡഡ് ബൈ എ നമുക്ക് കണ്ടുപിടിക്കാം 200 × 300 മൈനസ് എം ജി ബൈ ഇസഡ് ബിൻ്റെ വാല്യൂ 2.16, എം ക്യൂ ബൈ ഇസഡ് ബിൻ്റെ വാല്യൂ 6 ഈക്വൽ ടു 0. അപ്പം പി ബൈ 200 × 300 ഈസ് ഈക്വൽ ടു 8.16. ഇത് മൈനസ് 8.16 ഇവിടെ വരും, റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 8.16 പ്ലസ് ആയി. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ഈസ് ഈക്വൽ ടു 4,89,600 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അതായത് പി ഈസ് ഈക്വൽ ടു 489.6 കിലോ ന്യൂട്ടൺ. 489.6 കിലോ ന്യൂട്ടൺ നമുക്ക് കിട്ടി. ഓക്കെ, ഇത് ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് കോൺസെൻട്രിക് ആയിട്ട് വേണ്ടുന്ന പ്രീസസിങ് ഫോഴ്സ് 489.6 ആണ്, ബോട്ടത്തിൽ 0 സ്ട്രെസ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് എക്സെൻട്രിക് പ്രീസസിങ് ഫോഴ്സ് എത്രയാണ് വേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ എക്സെൻട്രിസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് തന്നിട്ടുള്ളത്. നമുക്കിവിടെ തന്നിട്ടുള്ള 100 mm എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി അല്ല, അവിടെ തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ദ എക്സെൻട്രിക് പ്രീസസിങ് ഫോഴ്സ് ലൊക്കേറ്റഡ് 100 mm ഫ്രം ദ ബോട്ടം എന്നാണ്. അപ്പോൾ എക്സെൻട്രിക് പ്രീസസിങ് ഫോഴ്സ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ബോട്ടത്തിൽ നിന്ന് 100 mm മാറിയിട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബീമിൻ്റെ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് 300 ആണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസ് വരച്ച് കഴിഞ്ഞാൽ താഴോട്ടേക്ക് ബാക്കി 150 ഉണ്ടാവുക,
മേലോട്ട് 150, താഴോട്ട് 150. അപ്പോൾ ബോട്ടത്തിൽ 100 mm മാറിയിട്ടാണ് ഈ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് കൊടുക്കുന്ന ഈ ടെൻഡൻ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 100 mm മാറിയിട്ടെന്ന് പറയുമ്പോൾ ബോട്ടത്തിൽ നിന്ന് 100 മാറിക്കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? ന്യൂട്രൽ ആക്സിസ് നിന്ന് ഈ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 150 നിന്ന് 100 പോയി കഴിഞ്ഞാൽ 50 അല്ലേ? അപ്പോൾ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഈ കേസിൽ 50 ആണ്. ക്ലിയർ ആയോ? ഇൻ ദിസ് കേസ് E is equal to 150 minus 100, that is equal to 50 mm. P ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എക്സെൻട്രിസിറ്റി 50 വരുമ്പോൾ ബോട്ടത്തിൽ വരുന്ന ഫൈബർ സ്ട്രെസ് 0 ആവാൻ വേണ്ടിയിട്ട് വരേണ്ട P. ഓക്കെ, for 0 fiber stress at bottom, F inferior is equal to 0. ഇപ്പോൾ F inferiorൻ്റെ ഇക്വേഷൻ ഈ കേസിൽ എങ്ങനെയാണ് വരിക? P/A പ്ലസ് ഇതിൽ എക്സെൻട്രിസിറ്റി ഉള്ളതുകൊണ്ട് PE/ZB വരും അല്ലേ? കാരണം ബോട്ടത്തിൽ ഈ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് മുഖേന ഡെവലപ്പ് ചെയ്യുന്ന ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് കംപ്രഷനാണ്. അപ്പം പ്ലസ്സിലാണ് വരിക. PE/ZB മൈനസ് MG/ZB മൈനസ് MQ/ZB. MG/ZBൻ്റെ വാല്യൂയും MQ/ZBൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ F inferior is equal to 0. അപ്പം P നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം P അതുപോലെ തന്നെ ഇടാം. P divided by 200 into 300 പ്ലസ് P into 50, ഇൻ്റെ വാല്യൂ 50 divided by ZBൻ്റെ വാല്യൂ 3 into 10 raised to 6 മൈനസ് MG/ZBൻ്റെ വാല്യൂ 2.16, MQ/ZBൻ്റെ വാല്യൂ 6 equal to 0. അപ്പോൾ P/200 into 300 പ്ലസ് P into 50/3 into 10 raised to 6 is equal to ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ 8.16. അപ്പോൾ P കോമൺ ആണ്. P കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1/200 into 300 പ്ലസ് 50/3 into 10 raised to 6 ഈസ് ഈക്വൽ ടു 8.16. അപ്പോൾ ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Pൻ്റെ വാല്യൂ കിട്ടും. P ഈസ് ഈക്വൽ ടു 244,800 ന്യൂട്ടൺ, 2,44,800 ന്യൂട്ടൺ. അപ്പം P ഈസ് ഈക്വൽ ടു ഇതിനെ കിലോ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 244.8 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, P ഈസ് ഈക്വൽ ടു 244.8 കിലോ ന്യൂട്ടൺ. ക്ലിയർ ആയോ? അതായത് എക്സെൻട്രിസിറ്റി 50ൽ ഈ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അത് നള്ളിഫൈ ആവുന്നുണ്ടെങ്കിൽ, അതായത് ബോട്ടത്തിൽ വരുന്ന സ്ട്രെസ് 0 ആവുന്നുണ്ടെങ്കിൽ ആ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 244.8 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 2 കേസ് ചെയ്തു അല്ലേ? കോൺസെൻട്രിക് പ്രീസ്ട്രെസ്സിങ് കൊടുത്ത കേസിൽ നമുക്ക് ബോട്ടത്തിൽ വരുന്ന സ്ട്രെസ് 0 ആക്കാൻ വേണ്ടി വന്ന P എന്ന് പറയുന്നത് 489.6 ആണ്. അതേപോലെ എക്സെൻട്രിക് കൊടുത്ത സമയത്ത് ഒരു 50 mm എക്സെൻട്രിസിറ്റിയിൽ നമ്മൾ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് കൊടുത്ത സമയത്ത് അവിടെ ബോട്ടത്തിൽ വരുന്ന സ്ട്രെസ്സിനെ നള്ളിഫൈ ചെയ്യാൻ ആവശ്യമായിട്ട് വന്ന പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് എന്ന് പറയുന്നത് 244.8 ആണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കോൺസെൻട്രിക് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ എക്സെൻട്രിക് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സിൻ്റെ ഡബിളാണ് സെയിം ലോഡിങ് കണ്ടീഷനിൽ. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വാല്യൂ കാണുമ്പോൾ തന്നെ ഇപ്പം കോൺസെൻട്രിക് ആയിട്ടാണ് നമ്മൾ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ എക്സെൻട്രിക് കൊടുക്കുന്നതിൻ്റെ ഡബിൾ നമുക്കിവിടെ കൊടുക്കേണ്ടി വന്നു. അതായത് ബോട്ടത്തിൽ വരുന്ന ടെൻഷൻ 0 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ബീമിൻ്റെ ബോട്ടത്തിൽ വരുന്ന ആ കോൺക്രീറ്റിൽ വരുന്ന ടെൻഷൻ ഒഴിവാക്കുക എന്നുള്ളതാണല്ലോ ശരിക്കും. അപ്പം ഡബിൾ ആയിട്ടുള്ള ഫോഴ്സ് നമുക്കിവിടെ കൊടുക്കേണ്ടി വന്നു. കോൺസെൻട്രിക് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഏതിനാണ് അഡ്വാൻറ്റേജ്? ശരിക്കും എക്സെൻട്രിക് ആയിട്ട് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് കൊടുക്കുന്നത് അഡ്വാൻറ്റേജ്. ഓക്കെ, കാരണം കുറച്ച് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് നമുക്ക് കൊടുത്താൽ മതി ബോട്ടത്തിൽ വരുന്ന സ്ട്രെസ്സിനെ 0 ആക്കാൻ വേണ്ടിയിട്ട് കമ്പയറിങ് ടു കോൺസെൻട്രിക് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ്. ക്ലിയർ ആയോ? അപ്പോൾ നമുക്കിവിടെ എക്സെൻട്രിക്കിൻ്റെ കേസിൽ വന്നിരിക്കുന്ന P 244.8 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ.